കോഴിക്കോട് വിജിലൻസ് സെൽ SP കമ്മിണിയുടെ കോപത്തിനിരയായിരിക്കുകയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇനി ഏത് പുനാങ്കിലേക്ക് തള്ളും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. CPM-നെയും ചെങ്ങളായി മാഫിയയെയും അതുപോലെ PP ദിവ്യയെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ വേണ്ടി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടായിരുന്നു. എന്നാൽ എത്രയൊക്കെ തലകുത്തി കിടന്ന് ശ്രമിച്ചിട്ടും നവീൻ ബാബുവിനെതിരെ ഒരു തെളിവുണ്ടാക്കിയെടുക്കാൻ വിജിലൻസിന് കഴിഞ്ഞു. അങ്ങനെ അടപ്പ് തെറിച്ചിരിക്കുകയാണ് CPM-ന്റെ. കണ്ണൂരിലെ പാർട്ടി ഓഫീസിൽ PP ദിവ്യ വന്ന് കുത്തിയിരിക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തേ പറ്റൂ എന്നുള്ളതാണ് PP ദിവ്യയുടെ ആവശ്യമെന്നാണ് പരിഹാസം വന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഇനി. അധികം ആയുസില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. CBIയുടെ കയ്യിൽ കിട്ടിയാലോ അവർ എടുത്തിട്ട് പിഴിഞ്ഞ് ഉള്ളതെല്ലാം ഊറ്റിയെടുക്കുകയും ചെയ്യും. പല നേതാക്കന്മാരുടെയും കൊമ്പൊടിയുകയും ചെയ്യും. കോഴിക്കോട് വിജിലൻസ് സെൽ SP ആണ് അന്വേഷണം നടത്തിയത്. പ്രശാന്തന്റെ പരാതിയിലായിരുന്നല്ലോ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതിൽ അന്വേഷണം നടന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്തിൽ ഒരു പുണ്ണാക്കും ഉണ്ടായിരുന്നില്ല. അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. CPM ഉണ്ടാക്കിയെടുത്ത, അതായത് നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതിന് ശേഷം അതിനു മുൻപ് തന്നെ ഇവർ തുടങ്ങിയ തിരക്കഥയ്ക്കനുസരിച്ച് ഓടിയെത്താൻ വിജിലൻസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാര്യങ്ങളെല്ലാം സ്മൂത്തായി അങ്ങ് നടന്നു പോകുമെന്നാണ് PP ദിവ്യ കരുതിയത്. എന്നാൽ ഇടിവെട്ടേറ്റ പോലെയാണ് വിജിലൻസ് റിപ്പോർട്ട് കണ്ട് PP ദിവ്യ വീണത്. ഇനിയിപ്പോൾ ആകെയുള്ളത് വിജിലൻസിന്റെ നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളത് മാത്രമാണല്ലോ. എങ്ങനെയെങ്കിലും തന്നെ രക്ഷിച്ചെടുത്തോണമെന്ന് MV ഗോവിന്ദനോട് ദിവ്യ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം. കണ്ടില്ലേ, പഞ്ചഭുജമടക്കി ദിവ്യയ്ക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു സംശയവും ആരോപണങ്ങളും ഒക്കെ വരുന്നത് ഗോവിന്ദന് മക്കളെ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് PP ദിവ്യയുടെ സാരിത്തുമ്പിൽ കറങ്ങുന്നത് എന്നുള്ള ആക്ഷേപമൊക്കെ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിനെതിരെ വിജിലൻസിന് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. വിജിലൻസിന് അപകടം മണത്തതുകൊണ്ട് തന്നെയാണ് അവർ ഒരു പടി പിന്നിലേക്ക് മാറിയത്. കാരണം CPM-ന്റെ തിരക്കഥയ്ക്കനുസരിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ടും കൊണ്ട് കോടതിയിലോട്ട് ചെന്നാൽ കോടതി അടപടലം ഓടിച്ചുവിടും. നമുക്കറിയാം, നവീൻ ബാബുവിന്റെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് വിറയ്ക്കുകയായിരുന്നു പോലീസ്. കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ കിലുകില അല്ല, അടിമുടി വിറച്ചു പോലീസ്. കാരണം CPM-ന്റെ താളത്തിന് നിന്ന് തുള്ളിയ പോലീസിനെ ഹൈക്കോടതി പറപ്പിക്കുകയാണ് ചെയ്തത്. കേസ് ഡയറി ചോദിച്ചപ്പോൾ കൈമലർത്തിയ പോലീസിനോട് പിന്നെ എന്താണ് ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് കോടതി ചോദിച്ചതാണ്. അതുപോലത്തെ അനുഭവം വിജിലൻസിനും കോടതിയിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ കൈ പൊള്ളുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വിജിലൻസും തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. എങ്ങനെ കണ്ടെത്താൻ കഴിയാനാണ്? കാരണം നവീൻ ബാബു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അത് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവർ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്താൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും അതിലില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്ന് ഇവർക്ക് ഒരു തെളിവുകൾ ഉണ്ടാക്കി സമർത്ഥിക്കാൻ കഴിയുന്നത്? അതായത് തെളിവുകൾ ഉണ്ടാകുന്നതല്ല, ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നല്ലോ ഇതുവരെ നവീൻ ബാബുവിന്റെ കേസിൽ. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ള അന്വേഷണത്തിൽ വിജിലൻസിന് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. അതായത് CPM-ന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? കാരണം PP ദിവ്യ ഇവരുടെ ആളാണ്. PP ദിവ്യയെ സംരക്ഷിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ കക്ഷത്തിരിക്കുന്ന അന്വേഷണ ഏജൻസിയാണല്ലോ വിജിലൻസ്. പിണറായി വിജയനാണ് ഭരിക്കുന്നതെങ്കിലും CPM-ന്റെ കക്ഷത്താണ് വിജിലൻസ് എന്ന ആർക്കാണ് അറിയാത്തത്? അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരുടെ ശത്രുക്കൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാനും അന്വേഷണം നടത്താനും ഒക്കെ മാത്രമുള്ള ഒരു ഏജൻസിയായി വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുതന്നെയാണ് PP ദിവ്യയുടെ വിഷയത്തിലും നടന്നിരിക്കുന്നത്. PP ദിവ്യയെ ഊരിയെടുക്കുന്നതിന് വേണ്ടി ഇവർക്കാകെയുള്ള ഒരു പിടിവള്ളി നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് കണ്ടെത്തുക മാത്രമായിരുന്നു. അതിനുവേണ്ടി ഒരു തെളിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അത് നടന്നില്ല. ഇനിയിപ്പോൾ ദിവ്യയ്ക്ക് അടിയോടടിയാണ് കിട്ടാൻ പോകുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മുൻപ് ഞാൻ പലതവണ പറഞ്ഞതാണ് പി ദിവ്യ കരയാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത്. നവീൻ ബാബുവിൻ്റെ ഈ കേസിൽ ഇവരെയൊക്കെ അടപടലം അകത്താക്കാനുള്ള എത്രയോ തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി അതെല്ലാം മുഖവിലേക്കെടുക്കും. CBI അന്വേഷണം വരുന്നതോടുകൂടി തന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ചിലപ്പോൾ ഇതിൻ്റെ തല ആരാണോ അവരിലേക്ക് എത്തില്ലായിരിക്കാം. പക്ഷേ പി ദിവ്യ ഉൾപ്പെടെയുള്ള പലരെയും CBIക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ പോലീസും സർക്കാരും അന്വേഷണത്തിൽ നിന്ന് പാടെ തള്ളി മാറ്റി നിർത്തിയിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരൊക്കെ ഈ കേസിന്റെ ഭാഗമാകും. അതൊക്കെ കണ്ണൂർ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് പി ദിവ്യയ്ക്കാണ് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം വലിയ വലിയ പദവികൾ സ്വപ്നം കണ്ടു കഴിയുന്ന ഒരാളായിരുന്നു പി ദിവ്യ. ഒരു മന്ത്രി കസേര വരെ തൻ്റെ കൈവെള്ളയിൽ വരാൻ പോകുന്നു എന്ന് സന്തോഷിച്ചിരുന്ന ഘട്ടത്തിലാണ് അതിര് വിട്ടുപോയ ഇവരുടെ ചില പ്രവർത്തികൾ ഇവർക്ക് തന്നെ വിനയായി തീർന്നിരിക്കുന്നത്. അതായത് അന്നത്തെ ആ യോഗത്തിലേക്ക് കയറി ചെന്ന് ഷോ കാണിച്ച ആ രീതി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവർക്ക് എട്ടിൻ്റെ പണിയായി തിരിച്ചു കിട്ടിയത്. അങ്ങനെ മന്ത്രി കസേര വരെ കൈ അകലെ തിരിക്കുമ്പോഴാണ് നല്ല ഒന്നാം തരം അടി അവരുടെ പത്തിക്ക് തന്നെ കിട്ടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ കേസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയതോടുകൂടി തന്നെയാണ് CPMന്റെ കാല് വാരിയിരിക്കുന്നത്. കാരണം ഹൈക്കോടതിയിൽ അവർക്ക് അടിയോടടി ഇരുന്ന് വാങ്ങാൻ വയ്യാത്തതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ റിപ്പോർട്ടിൽ എഴുതി ചേർത്തു. പി ദിവ്യക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അതായത് നവീൻ ബാബുവിനെ അധിക്ഷേപിച്ച് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. എന്നാൽ ആ ഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് പി ദിവ്യയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. കൊലക്കുറ്റത്തിലേക്ക് CBI വരുന്നതോടെ അന്വേഷണം മാറുമോ എന്നുള്ള ഭീതി അവരെ വേട്ടയാടുന്നുണ്ട്. നമുക്കറിയാം, തലശ്ശേരി സെഷൻസ് കോടതിയിലും പിന്നീട് കണ്ണൂർ കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ പി ദിവ്യയുടെ അഭിഭാഷകൻ ആവർത്തിച്ച് പറഞ്ഞത് എന്താണ്? നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്.